തിരുവനന്തപുരം പരീക്ഷണം, തിരുവനന്തപുരത്ത് കെ ശബരിനാഥിൻ്റെ മുൻനിർത്തിയുള്ള നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പരീക്ഷണം യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മുൻ എം എൽ എ ആയ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. മുമ്പ് എം എൽ എ ആയിരുന്ന ഒരാൾ പിന്നീട് മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു സ്റ്റെപ്പാണ്. എന്ന് മാത്രമല്ല, വളരെ മുമ്പേ തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ മുമ്പേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണ്. എങ്കിലും നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFനാണ് ഒരു മേൽക്കൈ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF തോക്കുന്ന ഇതാണെങ്കിൽ പോലും തൊട്ടു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനായിരിക്കും മേൽക്കൈ ഉണ്ടാവുക. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കോൺഗ്രസിനേക്കാൾ സുസംഘടിതമായ സംഘടനാ സംവിധാനം അവർക്കുണ്ട്. അവർക്ക് അത്രയധികം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടുതൽ ജയിക്കാൻ കഴിയുന്നത്. കോൺഗ്രസിനത് കഴിയാത്തതിന് കാരണം അവരുടെ സംഘടന ദുർബലമായതുകൊണ്ടാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തിരുവനന്തപുരം പരീക്ഷണം, തിരുവനന്തപുരത്ത് കെ ശബരിനാഥിൻ്റെ മുൻനിർത്തിയുള്ള നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പരീക്ഷണം യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ കോൺഗ്രസിന് അതിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്ന്, കോർപ്പറേഷനിൽ പരമാവധി ജയിക്കുക. അധികാരം പിടിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. കാരണം ഒരു ശക്തമായ ത്രികോണ മത്സരമായിരിക്കും എങ്കിൽ അവിടെ നടക്കുക. അപ്പോൾ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പരമാവധി ജയിക്കുക എന്നുള്ളൊരു കാര്യം. രണ്ട്, കോർപ്പറേഷനിലെങ്കിലും ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുക, ഊർജ്ജസ്വലമാക്കുക. അപ്പോൾ പദയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. കെ മുരളീധരനാണ് അതിൻ്റെ ചുമതല. മൊത്തം ആ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കുന്നതിന് മുരളീധരനാണ്. അപ്പോൾ അത്രയും സീനിയറായിട്ടുള്ളൊരു നേതാവിന് തന്നെ രംഗത്തിറക്കി അതിൻ്റെ മുഴുവൻ ചുമതലയും കൊടുക്കുന്നു. ക്യാമ്പയിൻ നേരത്തെ ആരംഭിക്കുന്നു. സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, പരമാവധി വാർഡുകളിൽ ജയിക്കുക. 2, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ചലിപ്പിക്കുക. 3, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെയും UDFനെയും സജ്ജരാക്കുക എന്നുള്ളതാണ്. അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശബരിനാഥൻ മേയറാവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം ദുർബലമാണ് കോർപ്പറേഷനിൽ കോൺഗ്രസ്. BJP 2ാം സ്ഥാനത്താണുള്ളത്. എന്നിരിക്കെ BJPയെയും CPനെയും അതിജയിച്ചുകൊണ്ട് കോർപ്പറേഷൻ കോൺഗ്രസിന് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് അവർക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് വട്ടിയൂർക്കാവൊക്കെ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അത്തരം സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ എനിക്ക് തോന്നുന്നത് ഒരു അസംബ്ലി ഇലക്ഷൻ മുൻനിർത്തിയുള്ള ഒരു മുന്നൊരുക്കമാണ്. അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.